ബി.ജെ.പി. ഒഡീഷയിൽ അധികാരത്തിൽ വന്നിട്ട് ഏകദേശം 9 മാസമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് അവിടെ നവീൻ പട്നായിക്കാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ 9 മാസമായി ബി.ജെ.പി. അധികാരത്തിൽ എത്തിയിട്ട് എന്ത് ചെയ്തു? ബി.ജെ.പി. അധികാരത്തിൽ വന്ന ശേഷം വലിയ രീതിയിൽ സമൂഹത്തിൽ ആക്രമണം വർദ്ധിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കോൺഗ്രസ് പറഞ്ഞത്. എന്നാൽ ആ സമയം തന്നെ CM മോഹൻ മാഞ്ചി അദ്ദേഹം ഒരു റിപ്പോർട്ട് നിയമസഭയിൽ അവതരിപ്പിച്ചു. എന്താണ് ഈ 9 മാസം കൊണ്ട്, അതായത് ഇതിനു മുൻപ് ബി.ജെ.പി. ഒഡീഷ ഭരിച്ചിട്ടില്ല, ബി.ജെ.പി. ആദ്യമായിട്ടാണ് ഭരിക്കാൻ വരുന്നത്, വലിയ കാലയളവുമായിട്ടില്ല, വെറും 9 മാസം മാത്രമായിട്ടുള്ളത്. ഈ 9 മാസത്തിൽ എന്താണ് ബി.ജെ.പി. ഇവിടെ വരുത്തിയ അത്ഭുതം എന്ന് നിങ്ങൾ കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞാണ് കൃത്യമായി മോഹൻ മാഞ്ചി ഈ റിപ്പോർട്ട് മുന്നിലേക്ക് വയ്ക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് കൊലപാതക കേസുകളുടെ എണ്ണം 7.4% കുറഞ്ഞതായി സ്ഥിതി വിവര കണക്കുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് കൊലപാതക കേസിൽ മാത്രമല്ല, ക്രമസമാധാന പരിപാലനം. ഒരുപക്ഷേ ഉത്തർപ്രദേശിലെ നമ്മളൊക്കെ ക്രമസമാധാനത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പുകഴ്ത്തുന്ന യോഗി ആദിത്യനാഥിനെ കവച്ചു വയ്ക്കുന്ന ഒരു പ്രവർത്തനമാണ് മോഹൻ മാഞ്ചി ഈ ഒരു 9 മാസത്തിൽ ഒഡീഷയിൽ നടത്തിയിരിക്കുന്നത് എന്ന് പോലും നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. ക്രമസമാധാനം തകരുന്നുവെന്നും സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്നും ഉള്ള ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. എന്നതിൽ തെറ്റായ അവകാശവാദങ്ങളാണ്, ആരോപണങ്ങളാണെന്നാണ് മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി ബുധനാഴ്ച പറഞ്ഞത്. ബി.ജെ.പിയുടെ ഭരണത്തിന് കീഴിൽ വെറും 9 മാസത്തിന് കീഴിൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യം കുത്തനെ കുറഞ്ഞു എന്നാണ് മോഹൻ മാഞ്ചി പറയുന്നത്. ഇങ്ങനെ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ നുണകൾ പ്രചരിപ്പിക്കരുത്, കണക്കുകൾ ഞാൻ തരാമെന്നും മോഹൻ മാഞ്ചി പറയുന്നു. അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2026-24 ജൂൺ 1 മുതൽ 2025 ഫെബ്രുവരി 28 വരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ക്രിമിനൽ കേസുകൾ മുൻ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് എത്ര കുറവുണ്ടായി എന്ന് നോക്കാം. ലൈംഗിക പീഡനത്തിൽ 13.5% കുറഞ്ഞത്. ഭർത്താവിൻ്റെ ക്രൂരത, അതായത് ഗാർഹിക പീഡനം 30% കുറഞ്ഞു. അസഭ്യമായ പെരുമാറ്റം സ്ത്രീകൾക്ക് നേരെയുള്ളത് 3.9% കുറഞ്ഞു. പോരാത്തതിന് പൂവാല ശല്യം 3.8% കുറഞ്ഞു. അതുപോലെ ഈ കാലയളവിൽ സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങളുടെ താരതമ്യ വിശകലനത്തിൽ സ്ത്രീധന മരണങ്ങൾ 20.1% കുറഞ്ഞുവെന്നും സ്ത്രീധന പീഡനം 4.6% കുറഞ്ഞുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് വെറും 9 മാസം കൊണ്ടാണ് ഈ ശതമാന കണക്കുകളിലെല്ലാം വലിയ വലിയ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ 5 കൊല്ലം ബി.ജെ.പി. അവിടെ ഭരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു ചോദ്യവും കൃത്യമായി ഈ ഭരണപക്ഷം കോൺഗ്രസിനോട് ചോദിക്കുന്നുണ്ട്. വെറും 9 മാസത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ വരുത്തി. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപക്ഷെ യോഗി ആദിത്യനാഥിനെ കവച്ചു വയ്ക്കുന്ന പ്രവർത്തനമാണ് മോഹൻ ചരൺ മാഞ്ചി അവിടെ നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. തൻ്റെ സർക്കാരിൻ്റെ സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തുന്നവർക്കുള്ള നയം, അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരെ, ബലാത്സംഗം ചെയ്യുന്നവരെ, സ്ത്രീകളെ പിടിച്ചു പറിക്കുന്നവരെ, ഉപദ്രവിക്കുന്നവരോടുള്ള നയം ഒറ്റ വാക്കിൽ ഞാൻ പറയാമെന്നാണ് മോഹൻ ചരൺ മാഞ്ചി പറഞ്ഞിരിക്കുന്നത്. അത് സീറോ ടോളറൻസ് ആണ്. അതായത് ഒരു ദയാദാക്ഷിണ്യവുമില്ലാത്ത ഒരു നയമാണ് തൻ്റെ സർക്കാർ അവരുടെ മുന്നിൽ അവലംബിക്കാൻ പോകുന്നത് എന്നും മോഹൻ ചരൺ മാഞ്ചി പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.